users is on drugs. അതുകൊണ്ടായിരിക്കാം വാട്സപ്പിന്റെ കറണ്ട് ഓണറായ മാർക്ക് സക്കർബർഗ് തന്റെ സ്വന്തം ആപ്പിനെ വിശ്വസിക്കാത്തത്. വർഷം 2019, ഫേസ്ബുക്കിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഹാക്ക് നടന്ന ദിവസം. 53 കോടി ഫേസ്ബുക്ക് യൂസേഴ്സിന്റെ പേഴ്സണൽ ഡേറ്റ ലൈക്ക് ബർത്ത്ഡേ, ഫുൾ നെയിം, ഫോൺ നമ്പർ എല്ലാം ലീക്കായി. ഫേസ്ബുക്കിന്റെ അക്കൗണ്ട് ഫൈൻഡറിലെ ചെറിയൊരു എക്സ്പ്ലോയിറ്റ് കൊണ്ടാണ് 53 കോടി യൂസേഴ്സിന്റെ പ്രൈവറ്റ് ഡേറ്റ ലീക്കായത്. ഫേസ്ബുക്കിന്റെ അക്കൗണ്ട് ഫൈൻഡറിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പറുമായി ലിങ്കായ അക്കൗണ്ടിന്റെ ഇൻഫർമേഷൻ ഫേസ്ബുക്ക് തന്നെ കാണിക്കുന്നു. എന്നാൽ യൂസേഴ്സിന് ഉപയോഗപ്രദമായ ഈ ഫീച്ചർ നിരവധി തവണ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കിയ ഒരു ഹാക്കർ ഒരു ചെറിയ നമ്പർ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കി 53 കോടി ഫേസ്ബുക്ക് യൂസേഴ്സിന്റെ ഡേറ്റ കളക്ട് ചെയ്തു. 100 കണക്കിന് രാജ്യങ്ങളിലുള്ള യൂസേഴ്സിന്റെ ഡേറ്റയാണ് ഈ ഒരു ചെറിയ സ്ക്രിപ്റ്റ് കൊണ്ട് ഈ ഹാക്കർ കൈവശമാക്കിയത്. എന്നാൽ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്ന് വെച്ചാൽ ഇതിൽ മാർക്ക് സക്കർബർഗിന്റെ സ്വന്തം അക്കൗണ്ട് ഇൻഫർമേഷനും സ്വന്തം ഫോൺ നമ്പർ ലീക്കായെന്നുള്ളതാണ്. 2021 ഈ ഡേറ്റ സെറ്റ് ഫ്രീ ആയി ഒരു ടൊറന്റ് ഫയൽ വഴി ഹാക്കർ ഷെയർ ചെയ്യുകയാണ് ഉണ്ടായത്. ഇതറിഞ്ഞ കുറെ പേർ മാർക്ക് സക്കർബർഗിന്റെ നമ്പറിൽ വിളിച്ച് അദ്ദേഹത്തെ ട്രോൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ കുറച്ച് സൈബർ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഈ നമ്പർ വെച്ച് സക്കർബർഗിന്റെ ഓരോ പ്ലാറ്റ്ഫോമിലുമുള്ള അക്കൗണ്ടുകൾ തപ്പാൻ തുടങ്ങി. രസകരമായ കാര്യമെന്ന് വെച്ചാൽ വാട്സപ്പിന്റെ ഓണർ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ലെന്നാണ് അവർ കണ്ടെത്തിയത്. മറിച്ച് സക്കർബർഗ് ഉപയോഗിക്കുന്നത് സിഗ്നൽ എന്ന് പറഞ്ഞ വാട്സപ്പിന്റെ റൈവലായിട്ടുള്ള ഒരു പ്രൈവസി റെസ്പെക്ടിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സപ്പ് അതിന്റെ സ്വന്തം ഓണർ ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് ഫിഷി.